ഗോൽഗോഥായിലെ പരമയാഗം, സിഹിയോൻ ശാലയിലെ തിരുവത്താഴം. 12-ാം സ്ഥലം, ഈശോ മിശിഹ കുരിശിൽ തൂങ്ങി മരിക്കുന്നു. കാൽവരി. കബറിട പള്ളിയിലേക്ക് കയറിയാൽ ഉടനെ വലതുവശത്ത് 5 മീറ്റർ ഉയരത്തിൽ കാൽവരി കുന്നിൻ മുകളിൽ 2 കപ്പേളകളിൽ ഇടതുവശത്തുള്ളത് ഗ്രീക്ക് ഓർത്തഡോക്സുകാരുടെ കപ്പേള. അതിൻ്റെ നടുക്ക് കാൽവരിയുടെ ചിത്രീകരണമാണ് ഗ്രീക്ക് കലയിൽ തീർത്തത്. നടുക്കുള്ള അൾത്താരയുടെ ചുവട്ടിൽ വെള്ളിയിൽ തീർത്തൊരു ഡിസ്കുണ്ട്. അതിൻ്റെ നടുക്ക് തുറന്നിട്ടിരിക്കുകയാണ്. തീർത്ഥാടകർക്ക് കൈയിട്ട് അവിടെ താഴെ പാറയിൽ തൊടാം. പഴയ പാറ, കാൽവരിയിൽ കുരിശ്, കർത്താവിൻ്റെ കുരിശ് നിന്നിരുന്ന സ്ഥലമാണത്. തീർത്ഥാടകരുടെ ഭക്തിപൂർവ്വം വണങ്ങുന്നു, തൊടുന്നു, ഭക്തവസ്തുക്കൾ കൊണ്ടുവന്ന് തൊടിയിക്കുന്നു. ഇതിന് ചുറ്റുമുള്ള ഭാഗം ചില്ലിട്ട് വെച്ചിരിക്കുകയാണ്. അതിൻ്റെ ഉള്ളിലൂടെ പഴയ കാൽവരി പാറ നമുക്ക് കാണാം. അതിൻ്റെ 2 വശത്തും കറുത്ത വട്ടങ്ങളുണ്ട്. ഇത് 2 കള്ളന്മാരെ കുരിശിൽ തറച്ച സ്ഥലത്തെയാണ് സൂചിപ്പിക്കുക. വലതുവശത്തുള്ള പാറയിൽ വലിയ ഒരു വിള്ളൽ കാണാം. ഇത് താഴെ ആദത്തിൻ്റെ കപ്പേള വരെ നീണ്ടു കിടക്കുന്നതാണ്. കർത്താവ് മരിച്ചപ്പോൾ ഭൂമി കുലുങ്ങി ആ സമയത്തുണ്ടായ വിള്ളലായിരിക്കാം എന്നാണ് നിഗമനം. കർത്താവിനോട് കൂടെ 2 കള്ളന്മാരെ കുരിശിൽ തറച്ചിരുന്നു. മോശയുടെ 2 കരങ്ങളും താങ്ങി അഹ്റോനും ഹൂറും നിന്നിരുന്നതിൻ്റെ പോലെ. ഇവിടെ സുവിശേഷകൻ ഉപയോഗിക്കുക ബറാബാസിന് ഉപയോഗിച്ച അതേ പദമാണ്, കവർച്ചക്കാരൻ. റോമാക്കാർ രാജ്യത്തിനെതിരെ വിപ്ലവം ഉണ്ടാക്കുന്നവർക്കാണ് ഏറ്റവും വലിയ ശിക്ഷയായ കുരിശുമരണം വിധിക്കുക. യഹൂദരുടെ ഇടയിൽ ദൈവദൂഷണം പറയുന്നവർക്ക് ഏറ്റവും വലിയ ശിക്ഷ കല്ലെറിഞ്ഞ് കൊല്ലലാണ്. ഇവിടെ കർത്താവിനോടുകൂടി 2 കള്ളന്മാരെ വെച്ചു. അവർക്ക് പാരമ്പര്യം കൊടുത്ത പേരാണ് ദിസ്മസ് ഗസ്താസ് അല്ലെങ്കിൽ ടൈറ്റസ് ദുമാക്കുസ്. നല്ല കള്ളൻ. അവനെക്കുറിച്ച് പറയുക, അവൻ ജീവിതം മുഴുവൻ കട്ടു നടന്ന അവസാനവും പറുദീസായും കട്ടു എന്നാണ് സഭാപിതാക്കന്മാരുടെ വാക്യം. എന്ന് പറഞ്ഞാൽ കള്ളൻ്റെ കണ്ണ് പ്രത്യേകതയുള്ളതാണ്. അവൻ നമ്മൾ കാണുന്നതിൽ കൂടുതൽ കാണുന്നു. കുരിശിൽ കിടന്ന് പാടുപീഡകൾ അനുഭവിച്ച് മരിക്കുന്ന ക്രിസ്തുവിൽ സ്വർഗത്തിൻ്റെ രാജാവിനെ കണ്ടവനാണവൻ. മർക്കോസിൻ്റെ സുവിശേഷത്തിൽ 3-ാം മണിക്കൂറിൽ എന്ന് പറയുമ്പോൾ രാവിലെ 9 മണിക്കാണ് കുരിശിൽ തറയ്ക്കുന്നത്. 6 മണി മുതൽ 9 മണി വരെ എന്ന് പറഞ്ഞാൽ 6-ാം മണിക്കൂർ മുതൽ 9-ാം മണിക്കൂർ വരെ, 12 മണി മുതൽ 3 മണി വരെ കുരിശിൽ കിടക്കുന്നു. 3 മണിക്ക് കർത്താവ് മരിക്കുന്നു. കർത്താവ് മരിക്കുമ്പോൾ ദേവാലയത്തിൻ്റെ തിരശ്ശീല നടുകെ കീറുന്നു. എന്ന് പറഞ്ഞാൽ വിശുദ്ധ സ്ഥലത്തിനും അതിവിശുദ്ധ സ്ഥലത്തിനും മുമ്പിലാണ് തിരശ്ശീലകൾ ഉണ്ടായിരുന്നത്. ഇതിൽ അതിവിശുദ്ധ സ്ഥലത്ത് യോം കിപ്പൂറിൻ്റെ അന്ന്, പാപപരിഹാര ദിനത്തിൽ, പ്രധാന പുരോഹിതൻ വർഷത്തിലൊരിക്കൽ മാത്രം പ്രവേശിക്കുന്നു. ക്രിസ്തുവിൻ്റെ മരണത്തിലൂടെ ഈ തിരശ്ശീലയാണ് കീറുന്നത്. എല്ലാ മനുഷ്യർക്കും അതിവിശുദ്ധ സ്ഥലത്തേക്ക്, ദൈവത്തിങ്കിലേക്കുള്ള പ്രവേശനം ലഭ്യമാകുന്നു. അവൻ ഒരിക്കൽ മാത്രം തന്നെ സമർപ്പിച്ചുകൊണ്ട് ബലി പൂർത്തിയാക്കുകയാണ്. ഇവിടെ നടുവേ കീറുന്നു എന്ന് പറയുമ്പോൾ കീറൽ സമ്പൂർണ്ണമാണ്. എന്ന് പറഞ്ഞാൽ ദേവാലയത്തിൻ്റെ നാശം കൂടി ഇതിൽ ഉൾപ്പെടുന്നു. ശതാധിപൻ ഇത് കണ്ട് ഇവൻ യഥാർത്ഥത്തിൽ ദൈവപുത്രനാണെന്ന് വിളിച്ചു പറയുന്നു. ശതാധിപൻ, ശതത്തിൻ്റെ അധിപൻ, 100 സൈനികരുടെ അധിപൻ. മർക്കോസിൻ്റെ സുവിശേഷത്തിൽ ദൈവപുത്രൻ്റെ സുവിശേഷം തുടങ്ങുന്നത് വിജാതീയൻ്റെ പ്രഖ്യാപനത്തിലൂടെ, ഇവൻ യഥാർത്ഥത്തിൽ ദൈവപുത്രനായിരുന്നു എന്നുള്ള പ്രഖ്യാപനത്തിലൂടെ അവസാനിപ്പിക്കുന്ന രംഗമാണ് നമ്മളവിടെ കാണുക. ഹീസോപ്പ് ചെടിയുടെ തണ്ട് എന്ന് പറഞ്ഞാൽ പുറപ്പാട് അനുഭവത്തിൽ കുഞ്ഞാടിൻ്റെ രക്തം അവർ വീടിൻ്റെ കട്ടിലകളിൽ തെളിച്ചത് ഹീസോപ്പ് ചെടി കൊണ്ടാണ്. ഇവിടെ പെസഹ കുഞ്ഞാടിന് ഹീസോപ്പ് തണ്ടിൽ വിനാഗിരി കൊടുക്കുന്നു. അവൻ്റെ കണങ്കാലുകൾ തകർത്തില്ല. പെസഹ കുഞ്ഞാടിൻ്റെ കാലിൻ്റെ എല്ലൊടിക്കാൻ പാടില്ല. പെസഹ കുഞ്ഞാടായി ലോകത്തിൻ്റെ മുഴുവൻ പാപങ്ങൾക്ക് പ്രാശ്ചിത്തമായി ക്രിസ്തു കുരിശിൽ തൂങ്ങി മരിച്ച് മാനവരക്ഷ പൂർത്തിയാക്കുന്നു. കുരിശാണ് രക്ഷ, കുരിശിലാണ് രക്ഷ, കുരിശെ വണങ്ങിടുന്നു. കുരിശിനെ വണങ്ങിക്കൊണ്ട് കുരിശിലൂടെയുള്ള രക്ഷയിലേക്ക് നമുക്ക് കടന്നു വരാം. രക്ഷകനെ പൂർണ്ണമായും നമ്മുടെ സ്വന്തം രക്ഷയായി നമുക്ക് സ്വീകരിക്കാം. ഈശോ മിശിഹായ്ക്ക് സ്തുതിയായിരിക്കട്ടെ. ഗോൽഗോഥായിലെ പരമയാഗം, സിഹിയോൻ ശാലയിലെ തിരുവത്താഴം.